അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ആര്യൻ ചെയ്ത് വളരെ മോശമായി. അനുമോൾ ഡ്രസ് മാറി ഒളിഞ്ഞു നോക്കി ആര്യൻ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞതല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വീണ്ടും കിടക്കാം. ഇപ്പൊ ബിഗ് ബോസിൽ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് നമ്മുടെ ആര്യൻ, അനുമോൾ, സാവുമാരാണ്. അപ്പൊ ബിഗ് ബോസ് ഒരു കയർ കൊടുത്തിട്ടുണ്ട്. ആ കയറിന്റെ ഓരോ അറ്റത്തും പിടിച്ച് ഏറ്റവും അവസാനം അത് കിറ്റാകാതെ നിൽക്കുന്ന ആളുകൾ ക്യാപ്റ്റൻ ആകണം എന്നാണ് ടാസ്ക്. പിടിച്ചു പറിയൊന്നുമില്ലാതെ. അപ്പോൾ അത് ക്യാപ്റ്റൻസി ടാസ്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇപ്പം ഒരാൾ ഇരിക്കണം എന്ന് തോന്നുമ്പോൾ ആര്യന് ഇരുന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ 3 പേര് ഒരേ കയറി പിടിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടേ ഭയങ്കര പാടാണ്. അവർക്കൊക്കെ ഒന്ന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ അനുമോൾ ഡ്രസ്സ് മാറാൻ ഡ്രസ്സിങ് റൂമിലേക്ക് പോയത്. ഡ്രസ്സിങ് റൂമിലേക്ക് പോയതിനു ശേഷം ആരും വെളിയിൽ നിന്ന് അവിടെ കർട്ടനാണ് ഇട്ടിരിക്കുന്നത്, കഥകളൊന്നുമില്ലല്ലോ. അപ്പോൾ കർട്ടനിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഒളിഞ്ഞു നോക്കിയപ്പോൾ അനുമോൾ അത് കണ്ടിട്ട് നമ്മുടെ ആദിലെ വിളിച്ചു. ആദിലെ വന്നിട്ട് ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയും വന്നു. എന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തു ആരും ഇനി ഇതുപോലെ ഒളിഞ്ഞു നോക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ആരും സംഭവിച്ചു. ഡ്രസ്സ് മാറുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടാസ്കിൽ ആദ്യം കാണിച്ച വളരെ മോശം. ഒരാൾ ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ അത് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഡ്രസ്സ് മാറാനായിരിക്കും അത്, പ്രത്യേകിച്ച് ലേഡിയല്ലേ. ഡ്രസ്സ് മാറുന്നിടത്ത് നമ്മൾ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പ്രത്യേകിച്ച് ലേഡീസ് ക്യാമറയൊക്കെ ഉള്ളിടത്ത് ഇതുപോലെയൊക്കെ കോട്ടായങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ആര്യൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒന്നുമല്ല, ഈ അനുമോൾ ചെയ്ത ഡ്രസ്സ് മാറാനാണോ അതോ ചുമ്മാ ഉടായി പൊളിച്ച് പോയതാണോ എന്നറിയാൻ ആര്യം നോക്കിയതായിരിക്കും. അങ്ങനെ പറയാലോ, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അനുമോൾ ഡ്രസ്സ് മാറിയത് ഒളിഞ്ഞു നോക്കിയത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് നല്ല രീതിയിൽ ഒരു ഫണ്ണി ആയിട്ട് കൊണ്ടുപോകേണ്ട ടാസ്ക്കാണ്. ഇവർക്ക് ആകെ അറിയുന്നത്, സത്യം പറഞ്ഞാൽ ടാസ്ക് ഒക്കെ ആണെങ്കിലും ഇവർക്ക് ആകെ അറിയാവുന്നത് ഈ പിടിച്ചു പറയും, ഈ അടിപിടിയും ഒക്കെയാണ് ഇവർക്ക് അറിയാവുന്നത്. ഈ സീസൺ 7 മത്സരാർത്ഥികൾക്ക് ആകെ അറിയുന്നത് ഏത് ടാസ്ക് കൊടുത്താലും കൊളാകും. ഇവർക്ക് അടിപിടിയും പിടിച്ചു പറയും മാത്രമേ ഉള്ളൂ അറിയുള്ളൂ. മറ്റുള്ള സീസൺ 5 ഈ ടാസ്ക് നടന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. അഖിൽമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വളരെ നല്ല പോലെ കളിക്കേണ്ട ഒരു ഫണ്ണിയായിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക്കാണ്. അവർക്ക് എവിടെയെങ്കിലും ഇരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ അവരങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇരിക്കുമോ, കുറേ നേരം ഇരിക്കുമോ ഒക്കെ ചെയ്യാം. അത് നല്ല ഫണ്ണിയായിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക്കാണ് ഇവർ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊക്കെ വരുന്നുണ്ട്. ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരാളങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകണോ, ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ കൊച്ചിയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.